യുക്രൈനിൽ മാരക ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് റഷ്യ. കീവ്, ഒഡേസ, നിപ്രോ എന്നിവിടങ്ങളിലുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 17 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. യുക്രൈനിൽ ഈ വർഷമുണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണമാണിത്. ഇന്നലെ പുലർച്ചെ 700-ലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് യുക്രൈനു നേരെ റഷ്യ വിക്ഷേപിച്ചത്. അതേസമയം ഊർജ്ജ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് റഷ്യ പ്രതികരിച്ചത്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ-യുക്രൈൻ യുദ്ധം ഇതോടെ വീണ്ടും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നു. റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈനും ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. തെക്കൻ റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടതായി റഷ്യൻ സൈന്യം സ്ഥിരീകരിച്ചു. സമാധാന നീക്കങ്ങൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന സമയത്തിന് തൊട്ടു പിന്നാലെ ഇരുപക്ഷത്തു നിന്നുമുണ്ടായ ഈ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ആക്രമണം ശക്തമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. റഷ്യൻ ആക്രമണങ്ങളെ നേരിടാൻ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തേടി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ജർമ്മനി, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് മിസൈലുകൾക്ക് മാത്രമേ റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായി നേരിടാൻ കഴിയൂ എന്ന് യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കി. റഷ്യയ്ക്ക് മേലുള്ള ആഗോള ഉപരോധങ്ങൾ നീക്കാൻ സമയമായിട്ടില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നതായി സെലൻസ്കി പറഞ്ഞു. ഇറാനിലെ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് നൽകുന്ന പ്രതിരോധ സഹായങ്ങളിൽ കുറവ് വരുത്തുമോ എന്ന ആശങ്കയും യുക്രൈനുണ്ട്. 4 വർഷത്തിലേറെയായി തുടരുന്ന ഈ യുദ്ധത്തിൽ ഇതുവരെ 15,000-ത്തിലധികം യുക്രൈൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു. ജനങ്ങൾ വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് റഷ്യ വീണ്ടും ഈ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ വിമർശിച്ചു. ഇരുഭാഗത്തും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്ന യുദ്ധം ഇനിയും സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമായ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ഈ യുദ്ധത്തിന്റെയും ഇരകൾ. ജനസംഖ്യയിൽ പകുതി മാത്രമേ യുക്രൈനിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. നാറ്റോയുടെ അംഗമാകാൻ യുക്രൈന്റെ ആഗ്രഹം അത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള പുടിന്റെ ആശങ്കയുമാണ് ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണമായത്. പ്രഹരശേഷിയുള്ള ആയുധങ്ങളും വൻ സൈനിക ശേഷിയുള്ള പുടിനും യുക്രൈനെ നിസ്സാരമായി കണ്ടു. റഷ്യൻ ബോംബുകൾക്ക് മുന്നിൽ പതറാതെ ഒറ്റ രാത്രി കൊണ്ട് ആയുധം കയ്യിലെടുത്ത് സൈനികരായ യുക്രൈനിലെ സാധാരണക്കാർ ദേശീയത എന്ന ഒറ്റ വികാരത്തിൽ യുക്രൈനിൽ റഷ്യയുടെ പ്രഹരശേഷിക്ക് മുന്നിൽ പ്രതിരോധ മതിൽ കെട്ടുകയായിരുന്നു. എതിരാളികളെ കയ്യിൽ കിട്ടിയാൽ പുറംലോകം കാട്ടാത്ത പുടിന്റെ ചരിത്രം അറിഞ്ഞിട്ടും സ്വന്തം രാജ്യം വിടാതെ വ്ളോഡിമിർ സെലൻസ്കി എന്ന ഭരണപരിചയം കുറഞ്ഞ പ്രസിഡന്റ് തലസ്ഥാനമായ കീവിൽ തന്നെ തുടർന്നതും വാർത്തകളായിരുന്നു. ആയുധങ്ങളും ഫണ്ടും നൽകി യൂറോപ്യൻ ശക്തികൾ യുക്രൈന് പിന്നിൽ അണിനിരന്നു. ഒരാഴ്ച കൊണ്ട് സമ്പൂർണ്ണ ആധിപത്യമെന്ന് പുടിൻ കരുതിയ യുദ്ധം 4 വർഷം നീണ്ടുപോവുകയായിരുന്നു. യുക്രൈന് വൻ സാമ്പത്തിക പിന്തുണ നൽകിയ യുഎസിൽ ബൈഡൻ മാറി ട്രംപ് തിരികെ വന്നു. സെലൻസ്കി കൈകൊടുത്ത യുഎസ് ട്രംപിന്റെ വരവോടെ പുടിനുമായി അടുത്തു. വൈറ്റ് ഹൌസിലെത്തിയ സെലൻസ്കി അവിശ്വസനീയമായ അപമാനം നേരിടേണ്ടി വന്നതും വൻ വാർത്തയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വെടിനിർത്തലിലേക്ക് പോലും എത്തിയിട്ടില്ല. ആത്മാർത്ഥമായ മധ്യസ്ഥതയ്ക്ക് ആളില്ല എന്നതാണ് പ്രധാന പ്രശ്നം. യുദ്ധത്തിന്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്: ക്രിമിയ, ലുഹാൻസ്, ഡൊണസ്ക്, സാപ്പറോഷ്യ, ഖെയ്സൺ എന്നീ പ്രധാന മേഖലയടക്കം യുക്രൈന്റെ 20% റഷ്യയുടെ കയ്യിലാണിപ്പോൾ. തലസ്ഥാനമായ കീവ് തൊടാൻ റഷ്യയ്ക്കായിട്ടില്ല. വടക്കൻ യുക്രൈനിലും ശക്തമായ പ്രതിരോധമാണ്. ചർച്ചകൾ വഴിമുട്ടുന്നതും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാകാത്തതുകൊണ്ടാണ്. യുക്രൈൻ പക്ഷത്ത് 55,000 സൈനികർ മരിക്കുകയും 3,70,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യൻ പക്ഷത്തെ ആൾനാശം 1.5 ലക്ഷത്തിലേറെയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. സൈന്യത്തിനും മറ്റ് ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ കൃത്യമായ ആക്രമണം നടത്താൻ ഇറാന് റഷ്യ സഹായിക്കുന്നുണ്ടെന്ന് യുക്രൈന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നതും കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ്. മധ്യേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളുടെയും യുഎസിന്റെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. മാർച്ച് 21 മുതൽ 31 വരെയുള്ള കാലയളവിൽ 11 മധ്യേഷ്യൻ രാജ്യങ്ങളിലായി 46 ഇടങ്ങളിൽ റഷ്യൻ ഉപഗ്രഹങ്ങൾ കുറഞ്ഞത് 24 തവണ നിരീക്ഷണം നടത്തിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. യുഎസ് സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നിരീക്ഷണം നടന്ന ദിവസങ്ങൾക്കകം തന്നെ ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.